കേരളനാടിനെ ഭിന്നിപ്പിക്കാൻ കച്ചകെട്ടി കേരള സ്റ്റോറി എന്നൊരു പേരിൽ സിനിമയിറങ്ങിയതറിഞ്ഞില്ലേ? എന്തും നിർമ്മിക്കാം എന്ന രൂപത്തിലേക്ക് മാറുമ്പോൾ അതിനെ വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാവും. ഇത് ചെയ്യാൻ വേണ്ടി പാടില്ലാത്തതാണ്. ഈ കേരളത്തിനകത്ത് ആരും കാണേണ്ട സിനിമയല്ല ഇത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിലപാട് സ്വീകരിച്ചാൽ നിങ്ങൾ നല്ലത് എന്നുള്ളതാണ് ഞങ്ങൾ കൂട്ടി പറയാനുള്ളത്. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രതിഷേധം ഞങ്ങൾ ഇതേ തിയേറ്ററിന്റെ മുമ്പിൽ ഇന്ന് രാത്രി 8:30 ഞങ്ങൾ ഇരിക്കും. നാളെ വൈകുന്നേരം 5:30 സിനിമ. ആ സമയത്തും ഇരിക്കും. പിന്നെ എത്ര സമയങ്ങളിലാണോ പിന്നീട് തുടർന്ന് നിങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ആ സമയങ്ങളിലെല്ലാം ഇതേ പ്രതിഷേധം മാതൃകാപരമായി ഞങ്ങൾ ഈ തിയേറ്ററിന് മുമ്പിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുമെന്നുള്ളതാണ്. രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദി കേരള സ്റ്റോറി 2-ന്റെ പ്രദർശനമാണ് ഇന്ന് മാനന്തവാടി വർണ്ണ തിയേറ്ററിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞിരിക്കുന്നത്. ജില്ലയിലെ ആദ്യ പ്രദർശനം ഇന്ന് 5:30 വർണ്ണ തിയേറ്ററിലായിരുന്നു. എന്നാൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 25ഓളം വരുന്ന പ്രവർത്തകർ ഇവിടെ തിയേറ്ററിൽ 5 മണിക്ക് തന്നെ എത്തുകയും പ്രദർശനം നടത്താൻ അനുവദിക്കില്ലെന്ന് തിയേറ്റർ അധികൃതരെ അറിയിക്കുമായിരുന്നു. ഒരാൾ മാത്രമായിരുന്നു ഓൺലൈനിൽ ബുക്ക് ചെയ്തത്. മറ്റ് കുറച്ചുപേർ ഇവിടെ സിനിമ കാണാൻ എത്തിയിരുന്നുവെങ്കിലും ഇവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇവർ തിരിച്ചു പോവുകയായിരുന്നു. ഇതിനെ തുടർന്ന് പ്രവർത്തകർ ഈ ഒരു തിയേറ്ററിന്റെ വാതിക്കലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഇതിനുശേഷം തിയേറ്ററിനുള്ളിലും പുറത്തുമുള്ള പോസ്റ്ററുകൾ ഈ സിനിമയുടെ പോസ്റ്ററുകൾ വലിച്ചു കീറുകയും ഇത് അഗ്നിക്കിരയാക്കുകയും ചെയ്തതിനു ശേഷം പ്രകടനമായി ടൗണിലേക്ക് നീങ്ങുകയായിരുന്നു. വരും ദിവസങ്ങളിലും ഈ ഒരു സിനിമ ഈ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് KR ജിതിൻ, ബബീഷ്, അഖിൽ, അഞ്ജന തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രതിഷേധവും അതുപോലെ ഈ ഒരു പ്രദർശനം തടഞ്ഞുകൊണ്ടുള്ള ഡിവൈഎഫ്ഐയുടെ വലിയൊരു പ്രതിഷേധം. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.